ഏറെ കലുഷിതമാണ് ലോക സാഹചര്യം. പശ്ചിമേഷ്യയാവട്ടെ കൂടുതൽ പ്രക്ഷുബ്ധപൂർണവും. ഇതിനിടയിലാണ് 20 ലക്ഷം ഹാജിമാർ പുണ്യഭൂമിയിൽ സംഗമിക്കുന്നത്. സമാധാനത്തിൻ്റെ മഹിത സന്ദേശമാണ് അവർ ഉയർത്തുന്നതും. ഇത് ദുൽഹജ്ജ് മാസം. ആഗോള മുസ്ലിം വാർഷിക മഹാസംഗമത്തിന് പുണ്യഭൂമികൾ ഒരുങ്ങി. 20 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇക്കുറി ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത്. ഹജ്ജിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന അറഫ സംഗമത്തിലേക്ക് ഇനി ദിവസങ്ങളുടെ ദൂരം മാത്രം. 150 രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം പ്രാതിനിധ്യമാണ് ശുഭ്രവസ്ത്രധാരികളായ ഈ മനുഷ്യർ. ഇന്ത്യയിൽ നിന്ന് മാത്രം 1,70,000 പേർ. അവരിൽ കൊച്ചു കേരളത്തിൽ നിന്നും 20,000-ലേറെ പേർ. അവരുടെ വസ്ത്രമൊന്ന്, ചിന്തയൊന്ന്, അവരുടെ മനസ്സിലെ പ്രാർത്ഥനയൊന്ന്, അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്ന നിലയിൽ എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ആരാധനാ കർമ്മമാണ് ഈ ഹജ്ജിലൂടെ നടത്തുന്നത്. യലംലം മീഖാത്തിന് മുകളിലൂടെ വിമാനമാർഗം സഞ്ചരിച്ച് ഒരു തവണ ഇഹ്റാം ചെയ്താണ് ഇന്ത്യൻ ഹാജിമാർ മക്കയിലെത്തിയത്. എന്നാൽ അത് ഉംറയ്ക്ക് വേണ്ടിയായിരുന്നു. യമൻ തീർത്ഥാടകർക്ക് പ്രവാചകൻ നിശ്ചയിച്ച മീഖാത്താണ് യലംലം. പിൻകാലത്ത് പണ്ഡിതന്മാർ ഇന്ത്യക്കാരുടെ മീഖാത്തായി നിശ്ചയിച്ചതും ഇതുതന്നെ. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ബുധനാഴ്ച തീർത്ഥാടകർ മിനായിൽ തമ്പടിക്കും. പിറ്റേ ദിവസം അറഫ സംഗമം, തുടർന്ന് മുസ്തലിഫയിലെ രാപ്പാർക്കൽ, വീണ്ടും മിനായിലേക്ക്, ജംറയിലെ കല്ലേറ്, ബലിയെറുക്കൽ, സായി, തൊവാഫ് തുടങ്ങിയ കർമ്മങ്ങൾ. തുടർന്നുള്ള 3 ദിവസങ്ങളിൽ 3 ജംറകളിലെയും കല്ലേറ്. സെപ്റ്റംബർ 4-ന് ഹജ്ജ് കർമ്മങ്ങൾ അവസാനിപ്പിച്ച് തീർത്ഥാടക ലക്ഷങ്ങൾ മക്കയോട് വിട പറയും. ലളിതമായ കർമ്മങ്ങൾ, സമയവും സ്ഥലവും നിർണിതമാണെന്ന് മാത്രം. എന്തൊക്കെ പ്രതിസന്ധികൾ സമൂഹത്തിലുണ്ടായാലും രാജ്യങ്ങളിലുണ്ടായാലും അതൊന്നും ഈ ആരാധനയെ ബാധിക്കുന്നില്ല. അതിനെല്ലാം ഉപരിയായിട്ടുള്ള ഒരു മാനസികമായ അവസ്ഥയിലാണ് വിശ്വാസികൾ അവിടെ എത്തിച്ചേരുന്നത്. ഇത് സമൂഹത്തിന് നൽകുന്ന പാഠം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന ബോധമാണ് നൽകുന്നത്. ജനലക്ഷങ്ങൾക്ക് സുരക്ഷിതമായി ഹജ്ജ് ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ കഴിയുക, അതിനുവേണ്ടി സൗദി ഭരണകൂടം വലിയ അധ്വാനം തന്നെയാണ് നടത്തുന്നത്. വികസന പദ്ധതികളിൽ മാത്രം അത് ഒതുങ്ങുന്നില്ല. സുരക്ഷയും ഏറെ പ്രധാനം തന്നെ. ലക്ഷത്തോളം വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ, അവരുടെ നിതാന്ത ജാഗ്രതയും പ്രധാനമാണ്. തിരക്ക് നിയന്ത്രിക്കുക, അനധികൃതമായി ഹജ്ജിനെത്തുന്നവരെ തടയുക, തീവ്രവാദ ഭീഷണികളെ ഫലപ്രദമായി ചെറുക്കുക തുടങ്ങിയ ദൗത്യങ്ങൾ അവർ ഏറ്റെടുക്കുകയാണ്. അത്യാധുനിക സംവിധാനങ്ങളും ആയുധങ്ങളും വാഹനങ്ങളും ഉപയോഗിച്ചാണ് സുരക്ഷാ സേനയുടെ നീക്കം. മക്കയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ സൈനിക പരേഡ് സുരക്ഷാ സേനയുടെ ശക്തി സൗന്ദര്യം തന്നെയാണ് തെളിയിച്ചത്. എല്ലാവിധ സൈനിക ശക്തിയുടെയും വിളംബരമായിരുന്നു കഴിഞ്ഞ ദിവസം അറഫ മൈതാനത്തിന് സമീപമുള്ള പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സൈനിക അഭ്യാസ പ്രകടനങ്ങൾ. അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൗദി അറേബ്യ ഹാജിമാരുടെ കാര്യത്തിൽ, അവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള ഒരു സൂചനയാണ് ഇത്തരം പരിപാടികളൊക്കെ നൽകുന്നത്. മക്ക ത്വായിഫ് ഹൈവേയിൽ അറഫയ്ക്ക് സമീപമുള്ള എമർജൻസി ഫോഴ്സ് ഗ്രൗണ്ടിലായിരുന്നു പരേഡ്. സിവിൽ ഡിഫൻസ്, പോലീസ്, ട്രാഫിക്, ഹജ്ജ് ഉംറ സേന, ഭീകരവിരുദ്ധ സേന, ഞവ ഉൾപ്പെടെ 15ഓളം സുരക്ഷാ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, നാഷണൽ ഗാർഡ് തുടങ്ങിയ സൈനിക വിഭാഗങ്ങളും പരേഡിന്റെ ഭാഗമായി. കരസേനയുടെയും എമർജൻസി ഫോഴ്സിന്റെയും അഭ്യാസ പ്രകടനങ്ങളും മോക്ക് ഡ്രില്ലും നടന്നു. വായുസേനയും അഭ്യാസത്തിൽ പങ്കാളികളായി. പ്രതിരോധ മന്ത്രിയും കിരീടാവകാശിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ സല്യൂട്ട് സ്വീകരിച്ചു. മേഖലയിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയും കാലുഷ്യവും പുതുമയല്ല, അതിൻ്റെ വ്യാപ്തി ഇപ്പോൾ കൂടിയിരിക്കുന്നു. അതൊന്നും പക്ഷേ ഹജ്ജിനെ ബാധിക്കരുതെന്ന നിർബന്ധമുണ്ട് സൗദി ഭരണകൂടത്തിന്. എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു വലിയ സംഘാടനമാണ് ഹജ്ജിന് വേണ്ടിയിട്ട് നടക്കുന്നത്. അവിടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ സുരക്ഷയാണ്.
ആ സുരക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം, സൗദി അറേബ്യയിൽ അടുത്ത കാലത്തായിട്ട് ഈ മേഖലയിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഭീകരവാദം, തീവ്രവാദം, IS ഭീഷണി, അതുപോലെ യമനിൽ നിന്നുള്ള ഹൂത്തികളുടെ ഭീഷണി, ഇത്തരം പലതരം ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് ഇതുപോലുള്ള വലിയ ഒരു ലോക മഹാസമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നത്. വിയോജിപ്പുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പോലും വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. ഹജ്ജിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആരും ശ്രമിക്കരുതെന്ന സന്ദേശം തന്നെയാണ് സൗദി ഇതിലൂടെ നൽകുന്നതും. ജീവിത സാഫല്യം തന്നെയാണ് ഓരോ തീർത്ഥാടകനും ഹജ്ജ്. മനുഷ്യനോടുള്ള പെരുമാറ്റം മോശമായാൽ എത്ര വലിയ ആരാധനയാണെങ്കിൽ പോലും അത് പാഴുവേലയാണ് എന്നാണ് ആരാധനാകർമ്മങ്ങൾ 4 നമസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും ഉൾപ്പെടെയുള്ള എല്ലാ ആരാധനാകർമ്മങ്ങളും പഠിപ്പിക്കുന്നത്. സ്വീകാര്യമായ ഹജ്ജ്, അതിനുവേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. അറഫാ ദിനത്തിൽ വ്രതമെടുത്താണ് ആഗോള മുസ്ലിം സമൂഹം ഹാജിമാരോട് ഐക്യപ്പെടുക. അറഫാ ദിനത്തിൻ്റെ തൊട്ടു പിറ്റേന്നാണ് ബലിപെരുന്നാൾ, ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മ പെരുന്നാൾ. എല്ലാവർക്കും വീക്കെൻഡ് അറേബ്യയുടെ ബലിപെരുന്നാൾ ആശംസകൾ.